ട്രംപ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ട്രംപിൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആയുധ കച്ചവടം അത് നടത്താൻ ഇപ്പോൾ പറ്റിയൊരു സമയമാണ് ഇസ്രായേലുമായിട്ട്. അതിനു വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ കിടന്ന് മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുന്നതും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഈ അവസ്ഥകളും. ആദ്യമൊക്കെ ട്രംപ് എന്താ കാണിച്ചത്, യുക്രൈനെ സഹായിക്കാമെന്ന് പറഞ്ഞു, ആയുധങ്ങൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, അവരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് നടന്നില്ല. അവിടുത്തെ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ പാകിസ്ഥാൻകാരുടെ കൂടെ നിന്നു. ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ അവരാവശ്യപ്പെട്ട് ഇന്ത്യക്കാരുമായിട്ട് യുദ്ധത്തിന് വന്നു. അതിനുള്ള ആയുധ സഹായങ്ങളും അവർ ചെയ്തു കൊടുത്തു. അപ്പോൾ പാകിസ്ഥാൻ്റെ യുദ്ധവും നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിൻ്റെ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഇസ്രായേലായിട്ട് ഇച്ചിരി കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെയും കുറച്ച് ആയുധ കച്ചവടങ്ങൾ നടക്കും. ഇതല്ലാതെ വേറെ വഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് എല്ലാം നിർത്തി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഇനിയിപ്പോൾ വരുമാനം എന്ന് പറയുന്നത് ആയുധ കച്ചവടം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇത് എന്നാണ് ഏറെക്കുറെ അനുമാനിക്കാവുന്ന കാര്യം ആണ്. അപ്പോൾ ഇനി ആയുധം കച്ചവടം അതേ ഉള്ളൂ ഇനിയുള്ള മാർഗം. അതിനു വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും.